ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 12-ാം തീയതി ഇവരുടെ സീനിയർ വക്കീലിൻ്റെ വാദം നടന്നു കഴിഞ്ഞതാണ്. ഇനിയുള്ളത് പിയുടെയും ഇംപ്ലീഡ് ചെയ്ത വക്കീലന്മാരുടെയൊക്കെ വാദങ്ങൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. എന്നാലും ഇവർ പിരിവ് നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർ 100 രൂപയുടെ പിരിവ് നടത്തുന്നു. പിന്നെ ഇന്ന് അതിനെ മറികടക്കാൻ വേണ്ടി 150 രൂപയുടെ പിരിവ് നടത്തുന്നു. അപ്പോൾ മാക്സിമം പണം സമാഹരിക്കുക എന്നുള്ളതാണ്. ഇനി എന്തായാലും കേസ് വേണ്ടി വരും. ഇവർ സെഷൻ കോർട്ട് കഴിഞ്ഞാൽ ഇനി അപ്പീൽ പോകും. അപ്പീലിന് ശേഷം ഡിവിഷൻ ബെഞ്ചിന് ശേഷം സുപ്രീം കോടതി വരെ പോകും. ഇവർ മാക്സിമം സുപ്രീം കോടതി വരെ പോകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിരിവ് ഒരിക്കലും നിൽക്കാത്ത ഒരു പിരിവാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഡെയിലി അല്ല, ഈ കമ്പനി തിരിച്ചു വരുന്നത് വരെ മാസം 150 രൂപ ചെലവിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ തയ്യാറായിക്കൊള്ളുക. ഇപ്പോൾ അവനവൻ്റെ ലോൺ അടച്ചു തീർക്കാൻ ഗതിയില്ലാത്തവരോടാണ് ഇവർ 100 രൂപ തരണമെന്നും 150 രൂപ തരണമെന്നും അതുപോലെ തരാത്തവരെ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുമെന്നും ഭീഷണിയാണ്. തരാത്തവരെ പ്രത്യേകം മാനേജ്മെൻറ്റ് നോട്ട് ചെയ്തു വെക്കുന്നുണ്ട് എന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഒറ്റൊരു കാര്യം മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ, ഒരേ ഒരു കാര്യമേ മനസ്സിലാക്കേണ്ടതുള്ളൂ: ഈ കമ്പനി ഒരിക്കലും തിരികെ വരമാട്ടെ. അതിനിടയ്ക്ക് ഒരു തമാശ പറയാം. അപ്പോൾ ഇന്ന് ഒരു ഗ്രൂപ്പിൽ കണ്ട ഒരു മെസ്സേജാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എന്തോ റേഷൻ പീടികയിൽ അരി വാങ്ങാൻ പോയ സമയത്ത് ഹയറിച്ച് തിരിച്ചു വരുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അതുപോലെയൊക്കെ സ്വപ്നം കാണേണ്ടി വരും. നമ്മൾ ഹൈറിച്ച് തിരിച്ചു വന്നു, പൂളിംഗം വരാൻ തുടങ്ങി, പെയർ മാച്ച് ഇൻകം, റോയൽറ്റി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് കാണണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങുക, സ്വപ്നം കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നല്ല സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുക. എന്നാൽ ഇത്തരത്തിലുള്ള നല്ല മനോഹരമായ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും. ഇത് ഒരിക്കലും തന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിരിക്കുന്നതാണ് ഈ കമ്പനി. ഓക്കെ, ഇനി ഇത് പറഞ്ഞതുകൊണ്ട് പാനിക്കാണ്, നെഗറ്റീവാണ് എന്നൊന്നും കരുതണ്ട. ഒരു യാഥാർത്ഥ്യം, റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ഒരു കമ്പനി തിരികെ വരമാട്ടെ. ബൈ.